നമുക്ക് GST റീസ്ട്രക്ചറിങ് എങ്ങനെ സഹായിച്ചു എന്നൊന്ന് നോക്കാം. അതായത് GST റീസ്ട്രക്ചറിങ്, അതായത് നവരാത്രി, അതായത് സെപ്റ്റംബർ 22-നാണ് GST റീസ്ട്രക്ചറിങ് നിലവിൽ വരുന്നത്. ഒക്ടോബറിലെ പണപ്പെരുപ്പ നിരക്കാണ് ഇപ്പോൾ 0.25%. ഉപഭോക്തൃ വില നിലവാരം 0.25% എന്ന് പറയുന്നത് ഒക്ടോബറിലാണ്. അപ്പൊ ഈ നവരാത്രിയുടെ അന്നായിരുന്നു GST റീസ്ട്രക്ചറിങ് നിലവിൽ വരുന്നത്. എന്ന് വെച്ചാൽ സെപ്റ്റംബർ 22 സെപ്റ്റംബർ 22 നിലവിൽ വന്നു. അതിന്റെ ഇമ്പാക്ട് ഒക്ടോബർ ആയപ്പോഴേക്കും കാണാൻ തുടങ്ങി, വിപണിയിൽ കാണാൻ തുടങ്ങി. അപ്പൊ എന്തായിരുന്നു GST റീസ്ട്രക്ചറിങ് എന്ന് പറയുന്നത്? അതായത് 28%, 18%, 12%, 5%. ഈ 5 പ്രധാനപ്പെട്ട നിരക്കുകൾ. അതിന് താഴെ സ്വർണത്തിന് 3%, അൺകട്ട് ഡയമണ്ട്സിന് 0.25%, അങ്ങനെ ചില നിരക്കുകളുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. അതല്ലാതെ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളുടെ നിരക്കുകളാണ് ഈ പ്രധാനപ്പെട്ട 4 നിരക്കുകൾ. 28% നികുതി ഭയങ്കര ലക്ഷറി ആയിട്ടുള്ള വലിയ ലക്ഷറി ഐറ്റംസിന്. അത് കഴിഞ്ഞാൽ 18% നികുതി, അത് സെമി ലക്ഷറി ഐറ്റംസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം.